ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്ന ഒരു ടാസ്കുമായിട്ട് ഇറങ്ങി. ഞാനിന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാനിന്ന് സ്കൂളിൽ പോയി റിച്ചുവിനെയൊക്കെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനും മുടിയൊക്കെ ഇട്ട് 2 ആട്ടമൊക്കെ ആട്ടി റെഡിയായി നമ്മൾ നേരെ റിച്ചുവിനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ ഇതാ കിടക്കുന്നു ചേട്ടൻ്റെ മോള് തീം അവളും എൻ്റെ കൂടെ വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവളെയും കൂട്ടി അവളും കുറേ 2 തള്ളൊക്കെ തള്ളി. മൈ ഫേവറേറ്റ് ടീച്ചറാണ് ആര്യ മാം. അത് കഴിഞ്ഞിട്ട് ഈ 2 എണ്ണത്തിനെയും പൊക്കിയെടുത്ത് കാറിൽ. പിന്നെ 2 എണ്ണത്തിനെ എന്നെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ചായ കുടി ഒക്കെ ഒരു പൂതി. അങ്ങനെ 2 പേരെയും കൊണ്ട് ചായ കുടിക്കാനായിട്ട് പോയി. ചായ ഓർഡർ ചെയ്തപ്പോൾ പിന്നെ അവർക്ക് ഷവർമ കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ 2 ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് 2 എണ്ണം ആക്കിയില്ല, 1 എനിക്കും കൂടെ ചേർത്ത് 3 ഷവർമയും കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് ഷവർമയൊക്കെ ഓറഞ്ചും ഒക്കെ ഇട്ട് അടിച്ച് വലിച്ച് കഴിച്ചതിന് ശേഷം 2 പേരെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ചേട്ടൻ്റെ മോളെ വീട്ടിലാക്കിയിട്ട് റിച്ചുവിന് ഫുട്ബോൾ ഉണ്ട്. അങ്ങനെ അവനെയും കൊണ്ട് നേരെ ടർഫിലേക്ക് യാത്രയായി. അങ്ങനെ നേരെ വണ്ടിയെടുത്ത് നേരെ ടർഫിലേക്ക് പോവുകയാണ്. ആക്കുളത്താണ് ടർഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്കുളത്തെത്തി അവനെയും ടർഫിലാക്കിയതിന് ശേഷം അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ ട്രെൻഡ്സിൽ നല്ല ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പം ശ്രീകാര്യം ട്രെൻഡ്സിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കാൻ പറ്റിയ സമയമാണ്. എല്ലാത്തിനും 70% 50% ഓഫറുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഈ ഷർട്ടൊക്കെ നല്ല ഓഫർ പ്രൈസിനാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ ഷർട്ടൊക്കെ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ട് അതിനെയൊക്കെ എടുത്തിട്ട് 2-3 ഫാഷൻ ഷോയും കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ നേരെ എൻ്റെ ചേച്ചിയുടെ മോള് പ്രഗ്നൻ്റാണ്. അവളെ കാണാൻ ഒത്തിരി ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്നു, പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവളെ കാണാനായിട്ട് പോയി. അവൾക്ക് 5 മാസമായി. അപ്പോൾ അവളെ കണ്ട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ബീഫും വെറൈറ്റിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ബീഫൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ കുട്ടിയോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാറായി. പിന്നെ ബൈ ഒക്കെ പറഞ്ഞു നമ്മൾ നേരെ ഇറങ്ങി വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്കാണ് എത്തിയത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ദിവസം ആയിരുന്നു ഇന്ന്. അടിപൊളിയായിരുന്നു, കൊള്ളാം ഇങ്ങനെ. അതുകൊണ്ട് ഇന്ന് നന്നായിട്ട് സമയം പോയി. ആ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നൈറ്റായി, നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ സന്ധിക്കും വരെ വണക്കം. ബൈ, ഗുഡ് നൈറ്റ്.